നിങ്ങൾക്ക് കഴുത്തിൽ നിന്ന് കൈയിലേക്ക് കറണ്ട് അടിക്കുന്ന പോലെ വേദന അനുഭവപ്പെടാറുണ്ടോ? കൈക്ക് മരവിപ്പ് അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദന, ചില സമയങ്ങളിലാണെങ്കിൽ ഗ്രിപ്പ് അല്ലെങ്കിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഉണ്ടെങ്കിൽ സെർവൈക്കൽ റാഡിക്കുലോപ്പതി എന്നുള്ള അവസ്ഥയാവാം. ഈ വീഡിയോയിൽ സെർവിക്കൽ റാഡിക്കുലോപ്പതി എന്താണെന്നും അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്നും പറഞ്ഞുതരാം. കഴുത്തിലെ എല്ലുകൾക്കിടയിലൂടെ ചെറിയ ഞരമ്പുകൾ നമ്മളുടെ കൈകളിലേക്ക് വരുന്നുണ്ട്. ഈ ഞരമ്പുകൾക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ബോൺ സ്പർ കൂടാതെ മറ്റനവധി കാരണങ്ങൾ കൊണ്ട് ചെറിയ രീതിയിലുള്ള കംപ്രഷൻ അല്ലെങ്കിൽ ഞെരുക്കം സംഭവിക്കാം. ഇതിന്റെ ഫലമായി ഉണ്ടാവുന്ന അവസ്ഥയാണ് സെർവൈക്കൽ റാഡിക്കുലോപ്പതി. ഇതിൽ കഴുത്തുവേദന തോളിലേക്കോ കൈയിലേക്കോ ഈവൻ വിരലിലേക്കോ വരെ രോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട്. പല രോഗികളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് കഴുത്തിനല്ല പ്രശ്നം, കൈക്കാണ് വേദന. ഇത് സെർവൈക്കൽ റാഡിക്കുലോപ്പതിയുടെ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ആണ്. അതുകൂടാതെ ഏത് ഞരമ്പ് അല്ലെങ്കിൽ ഏത് നെർവാണോ കംപ്രസ്ഡ് ആവുന്നത് അതിനനുസരിച്ചും ലക്ഷണങ്ങൾ വ്യത്യസ്തമാവാറുണ്ട്. ചിലർക്ക് തള്ളവിരലിലേക്കായിരിക്കും മരവിപ്പ്, ചിലർക്ക് ആവട്ടെ അത് ചൂണ്ടുവിരലിലേക്കാവും, മറ്റു ചിലർക്ക് ചെറുവിരൽ മുതലായ ഭാഗങ്ങളിലേക്ക് അനുഭവപ്പെടാറുണ്ട്. ഒരു പ്രധാന കാര്യം, എല്ലാ കഴുത്തുവേദനയും നെർവ് കംപ്രഷൻ കൊണ്ടാവണമെന്നില്ല. ഒപ്പം തന്നെ എല്ലാ കൈവേദനയും സെർവൈക്കൽ റാഡിക്കുലോപ്പതി ആവണമെന്നുമില്ല. പലരും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിലും അത് സാധാരണ കഴുത്തുവേദനയാണെന്ന് കരുതി അവഗണിക്കുകയാണ് പതിവ്. പക്ഷെ അവരിൽ എന്താ പറ്റണേ വെച്ചാല് ഈ വേദന നെർവ് കംപ്രഷൻ നിലനിൽക്കുന്നതുകൊണ്ട് വർദ്ധിക്കുകയും ഒപ്പം തന്നെ മരവിപ്പും ബലക്കുറവും എല്ലാം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ളവരിൽ ശരിയായ ഡയഗ്നോസിസും ഒപ്പം തന്നെ ട്രീറ്റ്മെന്റും കുറച്ച് എക്സസൈസും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് വേദന കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്ക് കഴുത്തിൽ നിന്ന് കൈയിലേക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൾക്ക് മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? ഈ വീഡിയോയിൽ വിശദമായി കമന്റ് ചെയ്യൂ. സെർവൈക്കൽ റാഡിക്കുലോപ്പതി, സ്പൈൻ ഹെൽത്ത്, ഡിസ്ക് ബൾജ് തുടങ്ങിയവയെ കുറിച്ച് ഇനിയും കൂടുതൽ ഇൻഫർമേഷനായി ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.